present continuous tense. Present continuous tense. Present continuous tense. Continuous tense നമ്മൾ വെർബിന്റെ ing ഫോം ആണ് ചേർക്കുന്നതെന്ന് പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ബിയുടെ ഫോമായ ഈസ് ആം ആർ ആണ് ചേർക്കുന്നത്. ഈസ് ആം ആർ ഇങ്ങനെ പറയും. ഐ ആണെങ്കിൽ ആം ഐ ആം. ഫോർ എക്സാമ്പിൾ ഐ ആം റൈറ്റിംഗ് എ നോവൽ. ഐ ആം. ഷീ സിംഗുലർ ആണ്. ഈസ്. ഷീ ഈസ് റൈറ്റിംഗ് എ നോവൽ. He singular is. He is writing. They are writing. You are writing. We are writing. പ്രസന്റ് ടൈമിൽ തുടരുന്ന ഒരു ക്രിയയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. പ്രസന്റ് ടൈമിൽ കണ്ടിന്യൂസ് ആണ്, തുടരുന്ന ഒരു ക്രിയയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പറയുന്നത്. കൂടുതലും സെൻറ്റൻസിൽ നൗ അല്ലെങ്കിൽ ടുഡേ പോലെയുള്ള വേർഡ്സിലാണ്. നൗ ഐ ആം വർക്കിംഗ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്? വർക്ക് ചെയ്യുകയാണ്. ടുഡേ ഇന്ന് ഐ ആം ടീച്ചിങ് യു. ഐ ആം ടീച്ചിങ് യു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് is, am, are, then ing form of the present continuous tense. Is, am, are, then ing form of the. Next is present perfect tense. Present perfect tense. Perfect ആണ്. വെർബ് എഴുതിയപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫോം എഴുതിയില്ലേ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പെർഫെക്റ്റിലെ എല്ലാ പെർഫെക്റ്റ് ടെൻസിലും നമ്മൾ ചേർക്കുന്നത് വെർബിൻ്റെ ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഹാവിൻ്റെ ഫോംസ് ആണ് നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ ചേർക്കുന്നത്. ഹാവ്, ഹാസ്, ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസന്റ് പെർഫെക്റ്റ്. ഐ ആണെങ്കിൽ എഴുതും ഐ ഹാവ് ഡു ഡിഡ് ഡൺ. ഐ ഹാവ് ഡൺ. ഷീ ആണല്ലോ ഷീ ഹാസ് ഡൺ. ദേ ആണെങ്കിലോ ദേ have done. He has done. She and he singular. അതുകൊണ്ടാണ് has ചെയ്യുന്നത്. ബാക്കി എല്ലാത്തിനും എന്താണ്? have. We have done. Understand? Present perfect past ടൈമിൽ തുടങ്ങിയ ഒരു ക്രിയ പ്രസന്റ് ടൈമിൽ ഫിനിഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ചെയ്യുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ടീച്ച് ആണെങ്കിൽ എന്ത് പറയും? ഐ ഹാവ് ടോട്ട് യു. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തുടങ്ങിയത് ഐ ഹാവ് ടോട്ട് യു. ഇറ്റ് ഹാസ് റെയിൻഡ്. മഴ പെയ്തു കഴിഞ്ഞു. നേരത്തെ തുടങ്ങിയതാണ്, ആ പ്രസന്റ് ടൈമിൽ ഫിനിഷായി. സോ വി യൂസ് ഹാസ് ഓർ ഹാവ്, ദെൻ past participle form of the verb. How can we identify? Past participle കാണും, ഹാസോ ഹാവോ ഉണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് ടെൻസിൽ ing ഫോം ഉണ്ടല്ലോ, പെർഫെക്റ്റ് ടെൻസിൽ ഹാസിൻ്റെ ഫോംസും ഉണ്ടല്ലോ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഹാസിൻ്റെ ഫോമായ പ്രസന്റ് ഫോമായ ഹാസും ഹാവും ചേർത്തിട്ട് ബീൻ ചേർത്തിട്ട് ing ഫോം ഓഫ് ദി വെർബ്. ഹാസ്, ഹാവ്, ബീൻ, ing. ഐ ഹാവ് ബീൻ ടീച്ചിങ് യു. I have been teaching you since 10 o'clock. Okay, I have been teaching you since 10 o'clock. Perfect continuous tense സാധാരണ നമ്മൾ സിൻസും ഫോം ചേർക്കാറുണ്ട്. I have been teaching you since 10 o'clock. Since means മുതൽ എന്നുള്ള അർത്ഥം. അതായത് സിൻസ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പോയിന്റ് ഓഫ് ടൈമിന് മുൻപ്, പോയിന്റ് ഓഫ് ടൈം ഒരു
കൃത്യമായ ഒരു സമയം പറയുകയാണെങ്കിൽ നമ്മൾ സിൻസ് ചേർക്കുന്നു മുതൽ എന്നുള്ള അർത്ഥത്തിൽ. ഐ ഹാവ് ബീൻ ടീച്ചിങ് യു സിൻസ് യെസ്റ്റർഡേ എന്ന് വെച്ചാൽ എന്താ, ഞാൻ നിങ്ങളെ ഇന്നലെ മുതൽ പഠിപ്പിക്കുകയായിരുന്നു. ഐ ഹാവ് ബീൻ ടീച്ചിങ് യു സിൻസ് ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച മുതൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ സിൻസ് മുതൽ എന്നുള്ള അർത്ഥത്തിലാണ്. പോയിന്റ് ഓഫ് ടൈമിന് മുൻപാണ് എന്ത് ചേർക്കുന്നത്, സിൻസ് ചേർക്കുന്നത്. അതുപോലെ FOR ഫോർ ചേർക്കുകയാണെങ്കിൽ പീരീഡ് ഓഫ് ടൈമിന് മുമ്പ്. ഫോർ 2 hours 2 മണിക്കൂറുകളായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഫോർ 2 weeks 2 ആഴ്ചകളായി. ഫോർ 2 years ഫോർ 3 years. പീരീഡ് ഓഫ് ടൈമിന് മുമ്പ് ഫോറും പോയിന്റ് ഓഫ് ടൈമിന് മുമ്പ് സിൻസും. ഏത് ടെൻസും ഹാവ് ബീൻ ടീച്ചിങ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റിലും സാധാരണയായിട്ട് സിൻസും ഫോറും ചേർക്കാറുണ്ട്. സിൻസും ഫോറും ചേർക്കുമ്പോൾ സിൻസ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ടൈമിന് മുമ്പ്, ഫോർ എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ടൈമിന് മുമ്പ്. ഓടിച്ചെന്ന് ഞാൻ പ്രസൻറ്റ് ടെൻസ് എല്ലാം കൂടി പറയാം. പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫസ്റ്റ് സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ്, സബ്ജക്റ്റ് ഡു ഓർ ഡസ് വെർബ്. ഫോർ എക്സാമ്പിൾ ഐ ആണെങ്കിൽ വെർബ് കിൽ ആണെന്ന് വെച്ചോ, ഐ കിൽ ഹിം. ഷീ ആണെങ്കിലോ എസ് ചേർക്കുന്നു അല്ലേ, ഡസ് ചേർക്കുന്നു. ഷീ കിൽസ്, ഹി കിൽസ്, വി കിൽ, യു കിൽ, ദേ കിൽ. അതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. നെക്സ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് ടെൻസ് ING ഫോമാണ് നമ്മൾ ചേർക്കുന്നത്. ഈസ്, ആം, ആർ. ഐ ആം റൈറ്റിംഗ് എ നോവൽ. ഐ ആം. ഷീ ഈസ്, ഷീ ഈസ് റൈറ്റിംഗ്. they are writing. you are writing. we are writing. Is, am, are ING form ആണ് present continuous tense. Then next is present perfect tense. Present perfect tense. Present perfect tense. Subject has or have, past participle. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മുമ്പ് ഹാസോ ഹാവോ ആണ്. ഏതൊക്കെ സബ്ജക്റ്റിലൂടെയാണ് ഹാസ് ചേർക്കുന്നത്? സിംഗുലർ സബ്ജക്റ്റ് ഷീ, ഹി. ഷീ ഹാസ് റിട്ടൺ എ നോവൽ. ഹി ഹാസ് റിട്ടൺ എ നോവൽ. ദേ, വി, യു പ്ലൂറൽ സബ്ജക്റ്റ് ആണല്ലോ. ഹാവ് റിട്ടൺ എ നോവൽ. ഹാവ് റിട്ടൺ. അണ്ടർസ്റ്റാൻഡ്? ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ്. ഹാസ്, ഹാവ്, ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്. ഇനി ഒരു ടെൻസ് കൂടെ ഉള്ളൂ, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് ടെൻസിൽ ഒരു ടെൻസ് കൂടെ ഉണ്ട്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് ടെൻസിൽ ING ഫോം എന്ന് പറഞ്ഞു. ഹാസ് ബീൻ, then have been, then ING form of the verb. The child has been crying for 2 hours. The meaning, what's the meaning of this? 2 മണിക്കൂറുകളായിട്ട് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയ നേരത്തെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 4 വന്നാൽ പീരീഡ് ഓഫ് ടൈം അല്ല, യെസ്, പീരീഡ് ഓഫ് ടൈമിന് മുമ്പ് 4. സിൻസ് ആണെങ്കിലോ സിൻസ് 2 o'clock